Good morning, all. കേൾക്കുന്നില്ലേ? ഓക്കെ. സോ നമ്മൾ S8ന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും എൻവയോൺമെന്റൽ എക്സാം ഒക്കെ? സോ ദിസ് സെമ്മില് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സബ്ജക്റ്റ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. PPT വിസിബിൾ അല്ലേ? ഓക്കെ. സോ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്തൊക്കെയാണ് സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. സോ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് CEC 474. സോ ഈ ഒരു സബ്ജക്റ്റില് ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റിയാണ്, പെർട്ടിക്കുലർലി ഓൺ സോളിഡ് വേസ്റ്റ്. സോ ഇപ്പൊ നമ്മൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 1 എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മളൊരു വാട്ടർ മാനേജ്മെന്റ് ആണ് പഠിച്ചത്. സോഴ്സിൽ നിന്നും അതിന്റെ കംപ്ലീറ്റ് യൂസറിന്റെ അടുത്ത് എത്തുന്നത് വരെ നമ്മൾ അതിന് എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നായിരുന്നു ആ ഒരു ഹോൾ സബ്ജക്റ്റ്. അതുപോലെ തന്നെയാണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റും. അതായത് നമ്മളൊരു സോളിഡ് വേസ്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഹൗ ഇറ്റ് ഇസ് ജനറേറ്റഡ്. ഓക്കെ, അപ്പം അതിന്റെ മൊഡ്യൂൾ 1 പറയുന്നത് ഡിഫറെന്റ് സോഴ്സസ്, എന്തൊക്കെയാണ് സോളിഡ് വേസ്റ്റ് സോഴ്സസ് ഇൻ അവർ എൻവയോൺമെന്റ്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ട് നമുക്കിപ്പം റെസിഡൻഷ്യൽ വേസ്റ്റ് ഉണ്ടാവും, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉണ്ടാവും, കൊമേഴ്ഷ്യൽ വേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്നുള്ള വേസ്റ്റ് ഉണ്ടാവും, അഗ്രികൾച്ചർ വേസ്റ്റ് ഉണ്ടാവും. സോ വി ആർ ഗോയിങ് ടു ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ്. അപ്പൊ ആ ഒരു വേസ്റ്റ് ഏതൊക്കെ പോയിന്റിൽ നിന്നാണ് വരുന്നത്, അതിന് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ സെൻസ്, ഇപ്പൊ ഹൗസ് ഹോൾഡ് വേസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഫുഡ് വേസ്റ്റ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, പേപ്പർ, അങ്ങനെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് തന്നെ നമ്മൾ ഓരോ ടൈപ്സ് ഓഫ് വേസ്റ്റ്, ഓക്കെ, ഈ ഓരോ ഇൻഡസ്ട്രീസിന് വരുന്ന വേസ്റ്റ് എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം, എന്തൊക്കെയാണ് അതിനകത്ത് മേജർ ആയിട്ട് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കും. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ്ലി തിയറി ആയിരിക്കും, നമുക്ക് അധികം ഒന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വേസ്റ്റ് എന്തൊക്കെയാണ്, ഓക്കെ, ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വേസ്റ്റ് എന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്തുനിന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ജനറൽ കാര്യങ്ങളാണ്. അപ്പൊ നമുക്കത് എളുപ്പത്തിൽ പഠിച്ചു പോകാൻ പറ്റും ഫസ്റ്റ് മൊഡ്യൂള്. നൗ ഗോയിങ് ഓൺ ടു ദ സെക്കൻഡ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂളില് എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് വേസ്റ്റ് ജനറേഷൻ ആണ്. അതായത് ഹൗ ദിസ് വേസ്റ്റ് ഇസ് ബീങ് ജനറേറ്റഡ് അല്ലെ. അപ്പം അതായത് എങ്ങനെ ഇപ്പൊ ഒരു സിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ എത്രത്തോളം വേസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വേസ്റ്റ് ജനറേറ്റ് ചെയ്തത് ഡിഫറെന്റ് മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അത് ഓരോ സിറ്റീസ് അല്ലെങ്കിൽ ഓരോ ടൗൺസിന് ഡിഫറെന്റ് മെത്തേഡ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. പിന്നെ അതിനെ ആ ഒരു വേസ്റ്റ് ജനറേഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒരു സിറ്റിയിൽ ജനറേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഒരു വില്ലേജിൽ വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഡിഫറെന്റ് സീസണിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പിന്നെ നിയമങ്ങൾ, ലെജിസ്ലേഷൻ വിൽ എഫക്ട് ദിസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ് ഈ ഒരു വേസ്റ്റ് ജനറേഷനെ എഫക്ട് ചെയ്യും. അതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ നോക്കുന്നുണ്ടാവുക. പിന്നെ അതിനകത്ത് വരുന്നതാണ് കോമ്പോസിഷൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് വേസ്റ്റ് എന്ന് പറയും. അതിൽ ഫിസിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുമ്പം അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ വി ഹാവ് സംതിങ് ലൈക്ക് മോയ്സ്ചർ കണ്ടന്റ്, പാർട്ടിക്കൽ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, ഫീൽഡ് കപ്പാസിറ്റി, പെർമിയബിലിറ്റി, അങ്ങനെയുള്ള ഫിസിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫിസിക്കൽ കോമ്പോസിഷൻ ഉണ്ട്. അപ്പൊ അതിനകത്ത്
നമുക്ക് സിമ്പിൾ പ്രോബ്ലംസ് മോയ്സ്ചർ കണ്ടന്റിന്റെ പ്രോബ്ലംസ് ഒക്കെ യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ നോക്കണം. പിന്നെ വരുന്നത് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ കെമിക്കലായിട്ട്, അതായത് അതിനകത്ത് എന്തൊക്കെയാണ് എലമെന്റ്സ് വരുന്നത്. ഇപ്പൊ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കെമിക്കലി ആയിട്ടുള്ള സർട്ടൻ എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ അത് അനലൈസ് ചെയ്യുക. പിന്നെ ആ ഒരു വേസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് എത്രത്തോളം ഫ്യൂവൽ, ഓക്കെ, അത് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, പിന്നെ അതിന് എത്രത്തോളം എനർജി വാല്യൂ നമുക്ക് തരാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കെമിക്കൽ കോമ്പോസിഷനിൽ വരുന്നത്. പിന്നെ അതിനകത്ത് എത്രത്തോളം ആഷ് കണ്ടന്റ് ഇത്രയുണ്ട്, ഇത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ആഷ് കണ്ടന്റ് ഇത്രയൊക്കെ ഉണ്ടെന്നുള്ള അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുകയാണ് നമ്മൾ ഈ ഒരു കോമ്പോസിഷൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പഠിക്കുന്നത്. അതിനകത്ത് നമുക്ക് പ്രോബ്ലംസും വരുന്നുണ്ട്, സിമ്പിൾ ന്യൂമറിക്കൽസ് വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റിന് ചോദിച്ചതുമാണ്, നമുക്കത് ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. ഓക്കെ. പിന്നെ സ്റ്റോറേജ് ഓഫ് സോളിഡ് വേസ്റ്റ്. സ്റ്റോറേജ് ഓഫ് സോളിഡ് വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺസ് ജനറേറ്റ് ചെയ്ത സോളിഡ് വേസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് യൂണിറ്റിൽ തന്നെ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, നമ്മൾ ഡിഫറെന്റ് ക്യാൻസിലോ അങ്ങനെയൊക്കെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആ ഒരു സ്റ്റോറേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഹൗസസിന് ഡിഫറെന്റ് രീതിയിലായിരിക്കും. ഇപ്പം ലോറൈസ് ബിൽഡിങ്സ് ആണെങ്കിൽ അതായിരിക്കും, പിന്നെ ഒരു വലിയ ഫ്ലാറ്റ് ആണെങ്കിൽ അതിനൊരു സ്റ്റോർ ചെയ്യുന്ന സിസ്റ്റം വേറെ തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങൾ നമ്മൾ മൊഡ്യൂൾ 2 നോക്കാനുണ്ട്. പിന്നെ നെക്സ്റ്റ് കമ്മിങ് ഓൺ ടു മൊഡ്യൂൾ 3 കളക്ഷൻ ആണ് വരുന്നത്. അതായത് ഹൗ ദിസ് ഇസ് വേസ്റ്റ് ഇസ് ബീങ് കളക്റ്റഡ്. ഇപ്പം നമ്മുടെയൊക്കെ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് നോർമൽ ആയിട്ട് നമ്മുടെ ഇപ്പൊ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഫുഡ് വേസ്റ്റ് അങ്ങനെയുള്ള വേസ്റ്റ് ഒക്കെ നമ്മൾ നമ്മുടേതായ കോമ്പൗണ്ട്സിൽ തന്നെ കമ്പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഡയറക്ട്ലി വി ആർ ഡിസ്പോസിങ് ദാറ്റ്. ഓക്കെ, ഇനി അതല്ലാതെ ഇപ്പൊ പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം, അതായത് ഈ ഒരു ഇതില് നിങ്ങൾക്ക് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും ചിലവരുടെയൊക്കെ വീടുകളിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ടിങ് സിസ്റ്റം വന്നിട്ടുണ്ടാവും. നമ്മുടെ ഹരിത കർമ്മസേന എന്ന് പറയുന്ന അവരുടെ വർക്കേഴ്സ് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ക്ലീൻ ചെയ്ത പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് കൊണ്ടുപോയി പ്രോസസ്സിങ്ങിനാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ദേ ആർ കളക്ടിങ് ബൈ ഡോർ ടു ഡോർ കളക്ഷൻ ആണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ സിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ആ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ സിസ്റ്റംസ് ഉണ്ട്, കളക്ഷൻ റൂട്ട്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡ് ഫിൽ എന്ന് പറയുന്ന ഒരു ഡിസ്പോസൽ മെത്തേഡാന്ന് പറയാം. അപ്പം ഒരു ലാൻഡ് ഫിൽ ഡിസ്പോസലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു ലാൻഡ് ഫിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ, ഒരു സർട്ടൻ പീസ് ഓഫ് ലാൻഡിൽ നമ്മൾ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, അത് എഞ്ചിനീയർഡ് മെത്തേഡ്സ് ഒക്കെ ആണ്. അതിനെ കുറിച്ച് പഠിക്കാനൊക്കെ ഉണ്ട്, ഡീറ്റെയിൽഡ് നെക്സ്റ്റ് മൊഡ്യൂൾസിൽ വരും. അപ്പൊ അതിനൊരു ട്രാൻസ്ഫർ സ്റ്റേഷന്റെ ആവശ്യമുണ്ടോ, അതായത് ഇപ്പൊ കുറെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു വലിയ ട്രക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വിൽ മൂവ് ഓൺ ടു ദ ലാൻഡ് ഫിൽ. അപ്പൊ അങ്ങനെ വേണോ, അങ്ങനെയുള്ള ഡിഫറെന്റ് കളക്ഷൻ സിസ്റ്റംസ്, കളക്ഷൻ റൂട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ ഡിഫറെന്റ് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 3 കാണാൻ പോകുന്നത്. അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് ഡിഫറെന്റ് സിസ്റ്റംസ്, സർവീസസ് എന്തൊക്കെയാണ്, റൂട്ട്സ് എന്തൊക്കെയാണ്, പ്ലാൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൊഡ്യൂൾ 3 വരും. പിന്നെ വരുന്നത് മൊഡ്യൂൾ 4 പ്രോസസ്സിംഗ് ടെക്നിക്സ് ആണ്. പ്രോസസ്സിംഗ് ടെക്നിക്സിൽ വരുന്നത്, അതായത് വൺസ് ബിഫോർ ഡിസ്പോസൽ വി ഹാവ് ടു പ്രോസസ് ദാറ്റ് വേസ്റ്റ്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ മൊഡ്യൂൾ 4 കാണാൻ പോകുന്നത്. അതിനകത്ത് മെക്കാനിക്കൽ വോളിയം ആൻഡ് സൈസ് റിഡക്ഷൻ. ഓക്കെ, അപ്പോ നമുക്ക് അതിനുള്ള മെത്തേഡ്സ് ഉണ്ട്. അത് ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഡ്രൈ ചെയ്ത് വാട്ടർ കണ്ടന്റ് ഒക്കെ കുറച്ച് സൈസ് റിഡക്ഷൻ ചെയ്യാം. അത് മെക്കാനിക്കൽ മെത്തേഡ്സ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ആ ഡിഫറെന്റ് മെത്തേഡ്സ് ആയിരിക്കും നമ്മൾ പ്രോസസ്സിംഗ് ടെക്നിക്സിൽ കാണാൻ പോകുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 5 ആണ്. അതിനകത്താണ് നമ്മുടെ ഡിസ്പോസൽ കാര്യങ്ങൾ വരുന്നത്. ഡിസ്പോസലിൽ മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 2 മെത്തേഡ്സിലാണ്. ഒന്ന് സാനിറ്ററി ലാൻഡ്ഫിൽ. ഓക്കെ, ലാൻഡ്ഫിൽ എന്ന് പറയുന്നത് നമുക്കിപ്പം നോർമൽ ആയിട്ട് ലാൻഡ്ഫിൽ സൈറ്റ്സ് നമ്മുടെ ലൊക്കേഷൻ ഏരിയാസിലൊക്കെ നമുക്ക് കാണാം, ജസ്റ്റ് വേസ്റ്റ് ഇങ്ങനെ ഡംപ് ചെയ്ത് ഇതാക്കുന്നത്. പിന്നെ അതുകൂടാതെ ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയർഡ് ആയിട്ടാണ് ലാൻഡ്ഫിൽ സൈറ്റ്സ്
ലാൻഡ്ഫിൽ സൈറ്റ്സ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ അതിന് ഓരോ മെത്തേഡ്സ് ഉണ്ട്. അതായത് ഇത്ര വേസ്റ്റിന് വേണ്ടി ഇത്ര ഏരിയ വേണം, ഇത്ര ഡെപ്ത് വേണം. അപ്പോൾ ഓരോ ഡെയിലി നമ്മൾ അതിനകത്ത് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മേളിൽ ഇത്ര സോയിൽ കവർ വേണം. അങ്ങനെ സിസ്റ്റംസ് ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ ഈ ലാൻഡ്ഫിൽ സൈറ്റ്സിൽ താഴെ ഈ ലീച്ചേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിക്വിഡ് ആണ്. അത് കളക്ട് ചെയ്യാനുള്ള ടെക്നിക്സ് മെത്തേഡ്സ് ഒക്കെ വേണം, അല്ലെങ്കിൽ അത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിനെ സ്പോയിൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളാണ് മൊഡ്യൂൾ 5 പഠിക്കുന്നത്. ഇൻ അഡീഷൻ ടു ലാൻഡ് ഫിൽ, വൺ മോർ മെത്തേഡിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, ദാറ്റ് ഇസ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ നമുക്കറിയാം അല്ലേ, കത്തിച്ച് കളയുന്നതാണ്. സോ ടൈപ്സ് ഓഫ് ഇൻസിനറേറ്റേഴ്സ് എന്തൊക്കെയാണ്, പാർട്സ് എന്തൊക്കെയാണ്, അതിനകത്ത് ഇൻസിനറേറ്റേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസിന്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ വിൽ സി ത്രൂ ഓൾ ദാറ്റ്. ഇതിൽ കൂടെ ഒക്കെ നമ്മൾ മൊഡ്യൂൾ 5 പോകും. ആൻഡ് ലാസ്റ്റ് ഫൈനൽ മെത്തേഡ് ആണ് കമ്പോസ്റ്റിംഗ്. ഒരു മെത്തേഡ് തന്നെയാണ് കമ്പോസ്റ്റിംഗ്, ഡിസ്പോസൽ മെത്തേഡ് ആണ്. ഓക്കെ, നമ്മൾ മെയിൻലി ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിനാണ് കമ്പോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് പഠിച്ചിരിക്കുന്നത്. എന്നാലും കുറച്ച് നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, മോർ ടൈം എടുക്കുന്ന മെറ്റീരിയൽസും ഒക്കെ നമ്മൾ ഈ കമ്പോസ്റ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്യും. മെയിൻ ആയിട്ട് 2 മെത്തേഡ് ഓഫ് കമ്പോസ്റ്റിംഗ് ആണ് ഉള്ളത്, ഇൻഡോർ മെത്തേഡ് ആൻഡ് ബാംഗ്ലൂർ മെത്തേഡ്. പിന്നെ നമുക്ക് അനറോബിക് ഡൈജഷൻ ഓഫ് വേസ്റ്റ്. അനറോബിക് ആയിട്ട് വേസ്റ്റ് ഡൈജസ്റ്റ് ചെയ്യുക, അതിനകത്തുള്ള ഗ്യാസ് നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യുക. അപ്പൊ ബയോഗ്യാസ് ഡൈജസ്റ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 6 നമ്മൾ നോക്കും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കളക്ഷൻ പ്രോസസ്സിംഗ് ഒക്കെ കുറച്ച് പഠിക്കാനുണ്ടാവും. സോ അതൊക്കെ നമുക്ക് ഫോളോയിങ് ഡേയ്സിൽ നോക്കാം. ഇതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യാനുള്ളത്. ഇത് ലൈബ്രറിയിൽ അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് കളക്ട് ചെയ്യുക. പിന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ PDF നോട്ട്സ് ഞാൻ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഗൂഗിൾ ക്ലാസ് റൂമിലൊക്കെ ജോയിൻ ചെയ്യുക. അതിനകത്ത് നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദിസ് ഇസ് എ ലാൻഡ്ഫിൽ സൈറ്റ് ഇൻ ഡൽഹി ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും ഹൈറ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് സംതിങ് ഹൈ ലൈക്ക് എ മൗണ്ടെയിൻ. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് പ്രകാരം ഒരു ലാൻഡ്ഫില്ലിന്റെ ഹൈറ്റ് ഇസ് മാക്സിമം 20 meters ആണ്. പക്ഷെ ഇപ്പൊ ഓൾറെഡി തന്നെ 50 meter ടോൾ ആയിട്ടുള്ള ഒരു ലാൻഡ്ഫിൽ സൈറ്റ് ആണ് ഡൽഹിയിൽ ഉള്ളത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ലാൻഡ്ഫിൽ സൈറ്റിൽ തന്നെ കുറെ അറ്റാക്ക് മീൻസ് അതായത് റെയിനി സീസണിൽ ചെറിയ പോർഷൻ ഇതായി പോവുക, അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ തൊട്ടടുത്തുള്ള വാട്ടർ ബോഡീസ് ഒക്കെ മലിനമാക്കപ്പെടുക, അങ്ങനത്തെ കുറച്ച് പൊല്യൂട്ടഡ് ആവുക, അങ്ങനത്തെ കുറച്ച് വളരെ ഇതായിട്ടുള്ള ഇൽ ഇഫക്ട്സ് ഒക്കെ ഈ ഒരു ലാൻഡ്ഫില്ലിനുണ്ട്. ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ പ്ലാൻഡ് ലാൻഡ്ഫിൽ. ഓക്കെ, അപ്പൊ അതൊരു പ്ലാൻഡ് അല്ല. പ്രോപ്പർലി അതിനകത്ത് ലീച്ചേറ്റ് കളക്ഷൻ സിസ്റ്റമോ ട്രീറ്റ്മെന്റ് സിസ്റ്റമോ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും പ്രോപ്പർലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. അപ്പൊ നമുക്ക് പഠിക്കുന്നത് എങ്ങനെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് പ്രോപ്പർ ആയിട്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിന്റെ ഓവറോൾ. ഓക്കെ, സോ നമുക്ക് എന്നാ അത്രത്തോളം മതി. നമുക്ക് നാളെ തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ എനിത്തിങ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ചോദിക്കാൻ? ഒന്നുമില്ലെങ്കിൽ എല്ലാവർക്കും ലീവ് ചെയ്യാം. താങ്ക് യു ഓൾ. അറ്റൻഡൻസ് നിങ്ങൾ റോൾ നമ്പർ പറയോ? ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം.
Okay. Adarsh Shivadasan. Aishwarya Ajit. Akshay M. Present, Miss. Alex Jose. Present, Miss. Amal Ashok. Amal George. Amal Madhu. Amrita Elizabeth. Amrita PV. Present, Miss. Anaga C. Present, Miss. Anaga Divagaran. Anita John. Present, Miss. Anjana Krishnan. Present, Miss. Anusri K. Present, Miss. Anusri Shivan. Present, Miss. Aparna Unni. Aditi MN. Arjun MP. Present, Miss. Arjunes Nair. Ashwant T. Ashwin V. Ramesh. Atulya. Present, Miss. Chandana. Present, Miss. Delan. Present, Miss. Drishya. Present, Miss. Fasil. Present, Miss. Gogul Praveen. Gogul Raj. Hari Krishna. Hari Krishna. Jaljit. Jasna. Justina. Jishnu. Present, Jumana. Kirtana. Present, Miss. Lavanya. Present, Miss. Megha. Present, Miss. Nadir. Present, Miss. Neena Sunny. Ramiha. Revati. Roshin. Sandra. Present, ma'am. Sanika. Sayuj. Harishankar. Sheetal. Shita. Present, Miss. Siddharth Sridhar. Sona Tom. Present, Miss. Shruti Govindan. Present, ma'am. Tirtha. Varsha. Present, Miss. Vaishnav. Present, Miss. Edu Krishna. Present, Miss. Shreya. Okay, thank you all. നമുക്ക് നാളെ കാണാം. നാളെ next. Miss Anaga Divagaran present. Okay.